വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ക്രമമായി പഠിച്ചു വരികയാണല്ലോ. ഇന്ന് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന മൂന്നാമത്തെ പോയിൻ്റ്, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ചെന്നിറങ്ങിയിട്ടുള്ള ഏക ജ്യോതിർഗോളമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. 1564-1642 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗലീലിയോയാണ് ഭൂമിയെപ്പോലെ ഒരു ഗോളമാണ് ചന്ദ്രൻ എന്ന് കണ്ടെത്തി ലോകത്തെ അറിയിച്ചത്. ചന്ദ്രൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1:16. ദൈവം 4-ാം ദിവസം ചന്ദ്രനെ സൃഷ്ടിച്ചു. സൃഷ്ടിയിലെ അത്ഭുതമാണ് ചന്ദ്രൻ. സങ്കീർത്തനം 8:3. ശാശ്വതത്തിൻ്റെ പ്രതീകമാണ് ചന്ദ്രൻ. സങ്കീർത്തനം 72:51. ചന്ദ്രന് മനുഷ്യനെ ബാധിക്കാൻ കഴിയും. സങ്കീർത്തനം 121:6. കുഞ്ഞാടായി ക്രിസ്തു 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. യെശയ്യാവ് 13:10, എഹെസ്കേൽ 32:7, മത്തായി സുവിശേഷം 24:29, മാർക്കോസ് 13:24 എന്നീ വാക്യങ്ങളിൽ ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ലൂക്കോസ് 21:25 ചന്ദ്രനിൽ ലക്ഷണങ്ങളുണ്ടാകും എന്ന് നാം വായിക്കുന്നു. യോവേൽ 2:31, വെളിപ്പാട് 6:12 യഥാക്രമം ചന്ദ്രൻ രക്തമായി മാറിപ്പോകും, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീരും എന്ന് നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നത്? നാം ഈ കാണുന്ന വാക്യത്തിൻ്റെ മുകളിൽ സൂര്യൻ പ്രകാശം ഇല്ലാതെയാകും എന്നും സൂര്യൻ ഇരുണ്ടു പോകുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കാൻ സാധിക്കും. സൂര്യനിൽ പ്രകാശം ഉണ്ടെങ്കിലേ ചന്ദ്രനിൽ പ്രകാശമുണ്ടാകൂ. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്നില്ല. ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പകുതിയുടെ പ്രകാശം ഭാഗം മാത്രമേ നമുക്ക് ദൃശ്യമാകുന്നത്. ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ ഒരു ഋജു രേഖയിൽ വരുമ്പോൾ ഒരു പകുതി മുഴുവനും സൂര്യനും മറ്റേ പകുതി ഭൂമിക്കും അഭിമുഖമായി വരുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യമായി തീരുന്നു. ഇങ്ങനെ വരുന്നതാണ് കറുത്ത വാവ്. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഭ്രമണപഥത്തിലൂടെ നീങ്ങുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗത്ത് കൂടുതൽ വിസ്താരത്തിൽ സൂര്യൻ പ്രകാശം പതിക്കുകയും തന്മൂലം ചന്ദ്രൻ ക്രമേണ വളർന്നു വരുന്നതായി തോന്നുകയും ചെയ്യുന്നു. ഭ്രമണ പകുതിയാകുമ്പോൾ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഒരിക്കൽ കൂടി ഒരേ ഋജുരേഖയിൽ വരുന്നു. പക്ഷേ ഇവിടെ ഭൂമിയാണ് മധ്യത്തിൽ അകപ്പെടുന്നത്. ആ സമയത്ത് ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം തന്നെ സൂര്യനും അഭിമുഖമായി വരികയും അതിനാൽ പൂർണ്ണ ചന്ദ്രൻ ദൃശ്യമാകുകയും ചെയ്യുന്നു. വെളുത്ത വാവിൽ നാളിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഭ്രമണം പകുതിയാകുമ്പോൾ ചന്ദ്രൻ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പ്രകാശിത ഭാഗത്തിൻ്റെ വിസ്താരം കുറഞ്ഞു വരികയും ചന്ദ്രൻ ക്ഷയിച്ച് കറുത്ത വാവാകുമ്പോൾ നിശേഷം അദൃശ്യമായി തീരുകയും ചെയ്യും. ഭൂമിക്കും സൂര്യനും മധ്യേ ഒരേ രേഖയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. രാത്രിയിലെ നിലാവ് സൂര്യപ്രകാശം ചന്ദ്രൻ തട്ടി റിഫ്ലക്ഷനാണ് എന്നുള്ളത് നമുക്ക് അറിവുള്ള വസ്തുതയാണ്. നാളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു എന്നുള്ളത് വെളിപ്പാട് 6:13 പറയുന്നത് പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു.